മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾക്കുയിർപ്പേകുന്നു, നീ തന്നെ ആത്മാവിനും രക്ഷയേകുന്നു. അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. സ്നേഹത്തോടെ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ഒരിക്കൽ കൂടി പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ നോക്കിക്കൊണ്ട് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ഈ ഭൂഗോളം മുഴുവനെയും കർത്താവിന് സമർപ്പിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. എല്ലാ രോഗബാധിതരെയും, പ്രത്യേകിച്ച് COVID-19 വൈറസ് ബാധിതരെയും ലോകരാജ്യങ്ങളെയും ഈ വൈറസിൻ്റെ പിടിയിലമർന്നിരിക്കുന്ന എല്ലാ ദേശങ്ങളെയും സമർപ്പിച്ച് പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. നമ്മുടെ ഈ നാടിനെയും കേരളത്തെയും സമർപ്പിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സമർപ്പിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഈ കാലങ്ങളെയും വരാനിരിക്കുന്ന കാലഘട്ടങ്ങളെയും പ്രത്യേകിച്ച് എല്ലാ പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി കർത്താവ് നൽകുന്നതിന് വേണ്ടി പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. നമ്മുടെ ദേശത്തു നിന്ന് വിദേശങ്ങളിൽ ജോലിക്ക് പോയിട്ടുള്ള പ്രവാസികളായിട്ടുള്ള എല്ലാ മലയാളികളെയും സമർപ്പിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ എല്ലാവരെയും സമർപ്പിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ദിവ്യകാരുണ്യനാഥനും സമർപ്പിക്കാം. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകടങ്ങൾ, ആപത്തുകൾ, രോഗങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ, ദുരിതങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള മഹാമാരികൾ, ഭൂമികുലുക്കം, ഭൂകമ്പം, മഹാമാരി, പ്രളയം, സുനാമി, അഗ്നിബാധ, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും എല്ലാ മക്കളും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ദൈവം സാക്ഷാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സന്ദേശം, നൽകപ്പെട്ടിരിക്കുന്ന ആ ഒരു സത്യം ഇതാണ്: ദൈവം ത്രിയേക ദൈവമാണ്. ആ ത്രിയേക ദൈവത്തെ ആരാധിക്കുവാനാണ് നമ്മെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. സത്യദൈവത്തെ, പിതാവായ ദൈവത്തെ, പുത്രനായ ദൈവത്തെ, പരിശുദ്ധാത്മാവായ ദൈവത്തെ, ത്രിയേക ദൈവത്തെ ആരാധിച്ച് നമുക്ക് ഇപ്പോൾ പാടാം ഈ ആരാധനയിൽ. പിതാവായ ദൈവത്തെ കണ്ടുകൊണ്ട്, അവിടുത്തെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് എല്ലാ മക്കളെയും പരിപാലിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ പരിപാലനയോർത്ത് ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും കുമ്പിടുന്നു. എല്ലാ മക്കളും കുമ്പിട്ട്
ആചാരം ചെയ്യുന്നു. ജീവനുമെന്റെ സർവസ്വം മുൻപിലണച്ച് കുമ്പിടുന്നു. ലോകരക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ മരക്കുരിശിൽ സ്വയം ബലിയായി തീർന്ന ഈശോ പിതാവിൻ്റെ ആഗ്രഹം ലോകരക്ഷയ്ക്ക് വേണ്ടി അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച ഈശോ എല്ലാ ആത്മാക്കളുടെയും മനുഷ്യാത്മാക്കളുടെയും രക്ഷയ്ക്ക് വേണ്ടി സ്വപുത്രനെ ബലിയായി വിട്ടുകൊടുക്കുകയും ഈശോ പിതാവിൻ്റെ ഹിതത്തിന് പരിപൂർണമായും സമർപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് തൻ്റെ അവസാന തുള്ളി രക്തവും ജലവും നൽകി അത്രമാത്രം നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ ദിവ്യസുതനെ, പിതാവിൻ്റെ ഏകപുത്രനെ, ആ സത്യദൈവത്തെ ആരാധിക്കാൻ നമുക്കിപ്പോൾ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വം എല്ലാവരും എല്ലാ മക്കളും കുമ്പിട്ട് ആചാരം ചെയ്യുന്നു. ദിവ്യസുതനെ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവം മരണശേഷം ഉത്ഥാനശേഷം കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. അവിടുന്ന് ജീവിച്ചിരുന്നപ്പോൾ നമ്മോട് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതിനാണ്. ഞാൻ പോയി കഴിയുമ്പോൾ സത്യാത്മാവ് വരും. അവിടുന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അവിടുന്ന് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ബോധ്യം നൽകും. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ വരികയില്ല. നിത്യസഹായകനാണ് പരിശുദ്ധാത്മാവ്. ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്. ദൈവം ത്രിത്വമായതുകൊണ്ടാണ് കർത്താവ് അപ്പസ്തോലന്മാർക്ക് അധികാരം കൊടുക്കുമ്പോൾ നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ എന്ന് കൽപ്പിച്ചത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ അവരെ പഠിപ്പിക്കണം. അവരെല്ലാവരെയും തൃത്വത്തിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം നൽകി സ്വീകരിക്കണം. സത്യാത്മാവായ പരിശുദ്ധാത്മാവ്, എല്ലാ മക്കളും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവ്, തിരുസഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആരാധിച്ച് പാടാം. ആരാധിക്കുന്നു
സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും ജീവനുമെൻ്റെ സർവസ്വവും കുമ്പിട്ടാചാരം ചെയ്യാൻ നമുക്ക് കുമ്പിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും കർത്താവിന് മുമ്പിൽ കുമ്പിട്ടാചാരം കുമ്പിലണച്ച് കുമ്പിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ യാചന രൂപത്തിൽ ഉയർത്തിപ്പിടിച്ച് ആബാ പിതാവേ ആബാ പിതാവേ ആബാ പിതാവേ ആബാ പിതാവേ ആബാ പിതാവേ. പിതാവായ ദൈവത്തിൻ തിരുമുഖം ആന്തരിക നയനങ്ങൾ തുറന്ന് ദർശിച്ചുകൊണ്ട് ആബാ പിതാവേ ആബാ പിതാവേ ആബാ പിതാവേ ആബാ പിതാവേ. ഒരിക്കൽ കൂടി ആബാ പിതാവേ ആബാ പിതാവേ ആബാ പിതാവേ ആബാ പിതാവേ. കർത്താവിനെ സ്തുതിക്കാം നമുക്ക്. സ്തുതിച്ചു ഈശോയെ നന്ദി. യേശുവേ ആരാധന. ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവേ നന്ദി, പിതാവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. യേശുവേ ആരാധന
മഹത്വം 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 മഹത്വം. യേശുവേ ആരാധന ആരാധന. യേശുവേ മഹത്വം മഹത്വം. ദൈവമേ പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. നമുക്ക് എഴുന്നേറ്റ് വന്ന് പരിശുദ്ധാത്മാവിനോടുള്ള ഗാനം ആലപിച്ച് മറ്റേ ആരാധനയിൽ ഹൃദയവും മനസ്സും എല്ലാം കൊടുത്ത് പ്രാർത്ഥിക്കാൻ. നമുക്ക് പരിശുദ്ധാത്മാവ് എല്ലാ മക്കളിലും നിറയട്ടെ, സഭ മുഴുവനിലും നിറയട്ടെ, എല്ലാ അഭിഷിക്തരിലും നിറഞ്ഞു കവിയട്ടെ, സമർപ്പിതരിൽ സന്യസ്തരിൽ തിരുസഭ മുഴുവനിലും നിറഞ്ഞു കവിയട്ടെ, എല്ലാ വിശ്വാസികളിലും നിറയട്ടെ, എല്ലാ കുഞ്ഞുങ്ങളിലും നിറയട്ടെ, എല്ലാ യുവതി യുവാക്കളിലും നിറയട്ടെ, എല്ലാ ദമ്പതികളിലും നിറയട്ടെ, ലോകം മുഴുവനും നിറയട്ടെ. പാവനാത്മാവേ ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്തോരൻ ജീവിതത്തിന്മേൽ വീശിടുക, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക, ചേർന്ന് പാടാം. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ആഗ്രഹിച്ച് ആഗ്രഹിച്ച് നമ്മൾ നിറയട്ടെ, നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ, മനസ്സിൽ നിറയട്ടെ, ബുദ്ധിയിൽ നിറയട്ടെ, കുടുംബത്തിൽ നിറയട്ടെ, ബന്ധുമിത്രാദികൾ നിറയട്ടെ. എൻ മനസ്സിൽ ദാഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക, വീണ്ടും സ്നേഹം നൽകുക, എൻ്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക, വീണ്ടും സ്നേഹം നൽകുക, എൻ്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. പാവനാത്മാവേ ഞങ്ങളുടെ ദാഹം ശമിപ്പിക്കണമേ, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റണമേ, കഷ്ടത മാറ്റണമേ, സന്തോഷവും സമാധാനവും നൽകണമേ, ആയിരാരും ദീർഘായുസ്സും നൽകണമേ, ക്ഷീണവും തളർച്ചയും മാറ്റണമേ, ശൂന്യത മാറ്റണമേ, ഹൃദയങ്ങളെ ആനന്ദ തന്തുലിതമാക്കണമേ. പാവനാത്മാവേ പറന്നിറങ്ങണമേ. ഓ പാവനാത്മാവേ മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ പാപങ്ങളേറെയുള്ള എൻ മനസ്സിൽ തീടുക, വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക, വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. പാവനാത്മാവേ എന്നിൽ നിറയണമേ. ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സമൂഹത്തിൽ നിറയണമേ. ലോകം മുഴുവനിലും പാവനാത്മാവേ പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിയണമേ. എല്ലാ പാപികളിലും നിറയണമേ. എല്ലാവരെയും മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. ലോക വ്യർത്ഥ ചിന്തകളിൽ നിന്ന് മായാമോഹങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ. പാവനാത്മാവേ പാടി ആരാധിക്കുന്നു. ജീവനില്ലാത്തോരിൻ ജീവിതത്തിന്മേൽ വീശിടുക, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക.
പുതുജീവൻ നൽകണമേ, പുതിയ ശക്തി നൽകണമേ, തളർന്ന കൈകാലുകൾക്ക് ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ ശക്തിയേകണമേ, തളർന്ന മനസ്സുകൾക്ക്, മുറിവേറ്റ ഹൃദയങ്ങൾക്ക്, നിരാശപ്പെട്ട മനുഷ്യർക്ക്, ബന്ധനത്തിൽ കഴിയുന്നവർക്ക്, പാപ അടിമത്തത്തിൽ കഴിയുന്നവർക്ക്, പൈശാചിക സ്വാധീനത്തിൽ കഴിയുന്നവരെ മോചിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവേ ശക്തമായി പറന്നിറങ്ങണമേ. വീണ്ടും സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, വീണ്ടും ശക്തി നൽകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ആഗ്രഹിച്ച് പാടാം. പാവനാത്മാവേ എൻ്റെ ശൂന്യതകളിലേക്ക്, ശൂന്യത നിറഞ്ഞ എൻ്റെ മനസ്സിലേക്ക്, അന്ധത ബാധിച്ച് എൻ്റെ ഹൃദയത്തിലേക്ക്, പാപത്തിൻ്റെ അടിമത്തത്തിലായ എൻ്റെ വ്യക്തിത്വത്തിലേക്ക്, അസ്തിത്വത്തിലേക്ക് പാവനാത്മാവേ പറന്നിറങ്ങണമേ. മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ, പാപങ്ങളേറെയുള്ള എൻ മനസ്സിൽ തീടുക. വീണ്ടും അഗ്നി നൽകുക, വീണ്ടും ശുദ്ധി നൽകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. പരിശുദ്ധാത്മാവേ സ്വർഗം തുറന്ന് പറന്നിറങ്ങണമേ. ഈ കാലത്തിലും വരും കാലത്തിലും എല്ലാ കാലങ്ങളിലേക്കും ആയി അങ്ങ് പറന്നിറങ്ങണമേ. കഴിഞ്ഞ കാലങ്ങളെ പുതുക്കി പണിയണമേ. നഷ്ടപ്പെട്ടു പോയതൊക്കെ വീണ്ടെടുക്കണമേ. വാടിപ്പോയതും മുറിവേറ്റതും വച്ചു കാട്ടണമേ. തളർന്നതിനെ ശക്തിപ്പെടുത്തണമേ. തണുത്തുപോയത് ചൂടാക്കണമേ. വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ വർഷിക്കണമേ. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ശക്തിയേകുക, വീണ്ടും ജീവനേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ഉദാശകളിലൂടെ നമ്മളിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും ജ്വലിക്കട്ടെ, ഉജ്ജ്വലിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ, മനസ്സിൽ, ആത്മാവിന് ഉദാശകളിലൂടെ കടന്നു വന്ന പരിശുദ്ധാത്മാവ് ജ്ഞാനസ്നാനത്തിലൂടെ, തൈല അഭിഷേകത്തിലൂടെ, പരിശുദ്ധ കുമ്പസാരത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, തിരുപ്പട്ടത്തിലൂടെ, വിവാഹമെന്ന ഉദാശയിലൂടെ, രോഗി ലഭ്യത്തിലൂടെ കടന്നു വന്ന പരിശുദ്ധാത്മാവേ ജ്വലിക്കണമേ, ജ്വലിക്കണമേ. നമ്മുടെ ഹൃദയത്തിൽ, മനസ്സിൽ, ആത്മാവിൽ, കുടുംബത്തിൽ ജ്വലിക്കണമേ. മോഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, ദാഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, കാരണം ഞാൻ ജീവനുള്ള അപ്പമാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാണ്. ആ അപ്പമാണ് വിശുദ്ധ കുർബാനയിൽ ഈശോ നമുക്കായി വിഭജിച്ച് നൽകുന്നത്. ആ രക്തമാണ് വിശുദ്ധ കുർബാനയിൽ ഈശോ നമുക്കായിട്ട് വിളമ്പി നൽകുന്നത്, കോരി നൽകുന്നത്. ഈ അപ്പം ഭക്ഷിക്കാൻ വിശുദ്ധ കുർബാനയിൽ നാം പങ്കുചേരണം. ദിവ്യകാരുണ്യ സ്വീകരണം. അപ്പത്തിൻ്റെ രൂപത്തിൽ സാക്ഷാൽ ദൈവത്തെ സ്വീകരിക്കാൻ പറ്റുന്ന അനുഗ്രഹീതരായ സത്യസഭയുടെ മക്കൾ, അവര് ദൈവത്തെ ആരാധിക്കാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആരാധിക്കാൻ വന്ന ദൈവഭക്തനായ മനുഷ്യൻ ആ പരമപരിശുദ്ധിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ അവൻ്റെ അയോഗ്യതകൾ, കുറവുകൾ ഏറ്റുപറഞ്ഞ് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും അവൻ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. സങ്കീർത്തനം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനം ഏറ്റുചൊല്ലി നമുക്ക് ഈ ഭക്തൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. എൻ്റെ രാജാവേ, എൻ്റെ ദൈവമേ, എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ. അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. കർത്താവേ, പ്രഭാതത്തിൽ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. അങ്ങേ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. അങ്ങ് തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല. അഹങ്കാരികൾ അങ്ങയുടെ കൺമുൻപിൽ നിൽക്കുകയില്ല. അധർമ്മികളെ അങ്ങ് വെറുക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു. രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. എന്നാൽ അവിടുത്തെ കാരുണ്യാതിരകത്താൽ ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും. ഭക്തിപൂർവ്വം ഞാൻ
അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിനു നേരെ പ്രണമിക്കും. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. കർത്താവേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ. എൻ്റെ മുൻപിൽ അങ്ങയുടെ പാത സുഗമമാക്കണമേ. കർത്താവേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എന്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. അവരുടെ അധരങ്ങളിൽ സത്യമില്ല, അവരുടെ ഹൃദയം നാശകൂപമാണ്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്, അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റി നിൽക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എന്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. അവരുടെ അധരങ്ങളിൽ സത്യമില്ല, അവരുടെ ഹൃദയം നാശകൂപമാണ്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്, അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റി നിൽക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എന്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. ദൈവമേ, അവർക്ക് കുറ്റത്തിനൊത്ത ശിക്ഷ നൽകണമേ. തങ്ങളുടെ കൗശലങ്ങളിൽ തന്നെ അവർ പതിക്കട്ടെ. അവരുടെ അതിക്രമങ്ങളുടെ ആധിക്യത്താൽ അവരെ തള്ളിക്കളയണമേ. കർത്താവേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എന്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. അവർ അങ്ങേ ധിക്കരിച്ചിരിക്കുന്നു. അങ്ങയിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ. അവരെന്നും ആനന്ദഭരിതരായി സംഗീതമാലപിക്കട്ടെ. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ. അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ. കർത്താവേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എന്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. കർത്താവേ, നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. പരിച കൊണ്ടെന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ മറയ്ക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എന്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. കർത്താവേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എന്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. എൻ്റെ രാജാവേ, എൻ്റെ ദൈവമേ, എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ. അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എന്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. 5-ാമത്തെ സങ്കീർത്തനത്തിൽ 5-ാം അധ്യായത്തിൽ ദൈവഭക്തനായ മനുഷ്യൻ പ്രഭാതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാനുള്ള വിഷയമൊന്നേ ഉള്ളൂ: നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ ദൈവമേ. ഈ നെടുവീർപ്പുകൾക്ക് കാരണമുണ്ട്. അവൻ ലോകത്തിലാണ് ജീവിക്കുന്നത്. എങ്കിലും ഈ ലോകത്തെ ജയിച്ച രാജാവ്, സത്യദൈവം, എല്ലാ മക്കളുടെയും നിലവിട്ടവൻ്റെ ആ വിളി കേൾക്കുന്ന, സ്വരം കേൾക്കുന്ന ദൈവം, ആ ദൈവത്തോട് ആണ് ഒരു ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. അവൻ പ്രാർത്ഥിക്കുന്നത് ആരോടാണ് എന്ന് അവനും അവൾക്കും വ്യക്തമായി അറിയാം. സത്യദൈവത്തോട്, ഏകദൈവത്തോട്, ആ ദൈവത്തോട് നിലവിളിക്കുന്ന, നെടുവീർപ്പെടുന്ന മനുഷ്യൻ. ദൈവമേ, പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രഭാത ബലി ഒരുക്കി ഞാൻ അങ്ങേക്കായിട്ട് കാത്തിരിക്കുന്നു. മാരിക്കായിട്ട് കേഴുന്ന വേഴാമ്പല് പോലെ ഇതാ പ്രഭാത ബലി ഒരുക്കി ദൈവഭക്തർ അങ്ങയുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നു. ദൈവം ദുഷ്ടതയിൽ പ്രസാദിക്കുന്നവനല്ല. തിന്മ തമ്പുരാനിൽ ഒട്ടുമില്ല. പാപമില്ലാത്തവൻ. അഹങ്കാരികളെ ദൈവസന്നിധിയിൽ നിന്ന് പറിച്ചു മാറ്റുന്ന ദൈവം, അധർമ്മികളെ വെറുക്കുന്ന ദൈവം, വ്യാജം പറയുന്നവരെ നശിപ്പിക്കുന്നവൻ, രക്തദാഹികളെയും
വഞ്ചകരെയും വെറുക്കുന്ന ദൈവം. എന്നാൽ സത്യസന്ധരോട് കാരുണ്യം ചൊരിയുന്ന ദൈവം. ഭക്തിപൂർവം അങ്ങയുടെ മന്ദിരത്തിൽ പ്രവേശിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നവൻ, അവരുടെ ശത്രുക്കളെ നിഷ്കാസനം ചെയ്യുന്നവൻ, അവരുടെ പാതകൾ സുഗമമാക്കുന്നവൻ. സത്യസന്ധരുടെ അധരങ്ങളിൽ കള്ളമില്ല, എന്നാൽ ദുർമാർഗികളുടെ അധരങ്ങളിൽ സത്യവുമില്ല. അവരുടെ ഹൃദയം നാശകൂപമാണെന്ന് പറയുന്നു. തൊണ്ട തുറന്ന ശവക്കുഴി, മാലിന്യങ്ങളാൽ നിറഞ്ഞുകിടക്കുന്ന മൃതശരീരം കൊണ്ട്, അഴുകിയ ശരീരം കൊണ്ട് നിറയ്ക്കപ്പെട്ട ശവക്കുഴി. അതുപോലെ തൊണ്ട മാലിന്യ കൂമ്പാരത്താൽ, ജീർണതയാൽ, ദുർഗന്ധം കൊണ്ട് നിറഞ്ഞുകിടക്കുന്ന അധരവും ഹൃദയവും. അവരുടെ നാവിലോ മുഖസ്തുതി മുറ്റി നിൽക്കുന്ന നാവിൽ നിന്ന് പുറപ്പെടുന്ന ദുർഗന്ധം. ദൈവമേ, അവരുടെ കൗശലങ്ങളിൽ അവരെ തന്നെ പതിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥന. കർത്താവിൽ ശരണം പ്രാപിക്കുന്ന ഈ ദൈവഭക്തൻ ആനന്ദിക്കട്ടെ, സന്തോഷഗാനം ആലപിക്കട്ടെ. അങ്ങയുടെ നാമത്തെ, അങ്ങയുടെ മാർഗത്തെ, അങ്ങയുടെ കൽപ്പനകളെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കുന്ന ദൈവമേ, അവരെല്ലാം ഈ നീതിമാർഗത്തിൽ ആനന്ദിക്കട്ടെ. നീതിമാന്മാരെ അനുഗ്രഹിക്കുന്ന ദൈവമേ, പരിച കൊണ്ടെന്ന പോലെ കാരുണ്യം ചൊരിയുന്ന ദൈവമേ, അങ്ങേക്ക് 1000 സ്തോത്രങ്ങൾ ആലപിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ ഗീതമാലപിച്ച് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. സത്യദൈവം, ജീവിക്കുന്ന ദൈവം, ഏക ദൈവം, സ്ത്രീ ഏക ദൈവം. ആരാധിക്കാം മക്കളെ, സ്തോത്രം ആലപിക്കാം, നന്ദി പറയാം. ഹല്ലേലൂയ ഗീതമാലപിക്കാം. യേശുവേ നന്ദി, നന്ദി. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. ദൈവമേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ആരാധന, ആരാധന. മഹത്വം, മഹത്വം. ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ മഹത്വം, മഹത്വം. ദൈവമേ നന്ദി. എല്ലാ മനുഷ്യരോട് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. പക്ഷിമൃഗാദികളോട് ചേർന്ന് സ്തുതിക്കുന്നു. ഈശോയെ എല്ലാ സൃഷ്ടപ്രപഞ്ചത്തോട് ചേർന്ന്, ഈശോയെ ഈ പ്രപഞ്ച ശക്തികളോട് ചേർന്ന്, പഞ്ചഭൂതങ്ങളോട് ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ നന്ദി, 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 നന്ദി. ദിവ്യകാരുണ്യമേ, തളരുമെൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ, മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമെൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ, മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. ദിവ്യകാരുണ്യനാഥനെ നോക്കാം. ദൈവസ്നേഹം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ദിവ്യകാരുണ്യം, അത് യേശു തന്നെയാണ്. യേശുവിന്റെ മറ്റൊരു പേരാണ് ദിവ്യകാരുണ്യം. ഘോരമാമന്ധത നിറയുമെൻ മനസ്സിൽ, ക്രോധമോ മതമാത്സര്യങ്ങൾ തന്നെ. ഘോരമാമന്ധത നിറയുമെൻ മനസ്സിൽ, ദൈവസ്നേഹത്തിൻ മെഴുതിരിനാളം, ദൈവസ്നേഹത്തിൻ മെഴുതിരിനാളം.
നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമെൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ, മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. നന്മകൾ മാത്രം എന്നും മോദിക്കണേ, നിന്നെ ഉൾക്കൊണ്ടോരൻ മനതാരിൽ നന്മകൾ മാത്രം എന്നും മോദിക്കണേ, നിന്നെ അറിയുന്നോരൻ ഹൃദയത്തിൽ, നിന്നെ അറിയുന്നോരൻ ഹൃദയത്തിൽ നാഥാ നീ വസിക്കണേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമെൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ, മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമെൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ, മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. കർത്താവായ ദൈവമേ, ഈ സായം സന്ധ്യയിൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊത്തായിരിക്കുവാൻ വിശുദ്ധ കുർബാനയിലൂടെ ദിവ്യകാരുണ്യത്തിലൂടെ ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന സത്യദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും അങ്ങേ അറിയുവാൻ ഇടയാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സ്നേഹവും സമാധാനവും ശാന്തിയും ലോകത്തിന് മുഴുവനും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണയുള്ള കരങ്ങൾ മക്കളുടെ മേൽ നീട്ടണമേ. സ്വർഗപിതാവേ, അങ്ങയുടെ വലത് കരം ഉയർത്തി ലോകം മുഴുവനെയും ആശീർവദിക്കണമേ. ദൈവമേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ ഓർത്ത് മാപ്പ് പറയുന്നു. കർത്താവായ ഈശോയെ, അങ്ങ് ചൊടിച്ചോര ചിന്തി ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചിട്ടും ആ മഹത്തായ ബലിയെയും ആ മഹനീയ ത്യാഗത്തെയും വിസ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ പൂർവികർ, ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർ ഒക്കെയും പാപത്തിൻ്റെ വഴിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. ദൈവമേ, അവരെ ഓർത്ത് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. പാപികളായ ഞങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ലോകത്തിൽ നടമാടുന്ന രക്തച്ചൊരിച്ചിലുകളെ ഓർത്ത് മാപ്പ് പറയുന്നു. നിഷ്കളങ്ക രക്തം ചിന്തപ്പെട്ട എല്ലാ മേഖലകളെയും എല്ലാ സംഭവങ്ങളെയും ഞങ്ങൾ ഓർത്തുകൊണ്ട്
ഈശോയെ ഞങ്ങൾ മാപ്പ് പറയുന്നു. കർത്താവേ, നിഷ്കളങ്കൻ്റെ കണ്ണുനീരും നിഷ്കളങ്കരുടെ രക്തവും ഈ ഭൂമിയിൽ വീണ് അത് നിലവിളിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഗർഭഛിദ്രത്തിലൂടെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ മരണമടയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ നിലവിളി, അവരുടെ രക്തം ഞങ്ങളെ നോക്കി ഈശോയെ അങ്ങയോട് നിലവിളിക്കുന്നുണ്ട്. ദൈവമേ, നാളിതുവരെയും ഭൂമിയിൽ ചൊരിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ആ രക്തത്തെ ഓർത്ത് ഞങ്ങൾ മാപ്പ് പറയുന്നു. കരുണയായിരിക്കണമേ, ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ലോകം ഈശോയെ അരാജകത്വത്തിലേക്ക് പോകുമ്പോൾ, അക്രമത്തിലേക്ക് പോകുമ്പോൾ, ഈശോയെ വഞ്ചനയും ജഡികാസക്തിയും ഭോഗാസക്തിയും മദ്യാസക്തിയും ലഹരിയുടെ അടിമത്തങ്ങളും ലോകത്തെ വേട്ടയാടുമ്പോൾ, കർത്താവേ, തിന്നുവാനും കുടിക്കുവാനും വേണ്ടി മാത്രം ഒരുപറ്റ ആൾക്കാർ ജീവിക്കുമ്പോൾ ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ ലോകത്തിൽ വന്നിരിക്കുന്ന മഹാമാരിയുടെ അടിസ്ഥാനപരമായ കാരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഞങ്ങൾ പരതുമ്പോൾ, മനുഷ്യ മക്കൾ ദൈവത്തെ വിട്ട് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് അനുചിത പ്രവൃത്തികളിലേക്ക് വീണുപോയിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമേ, സൊദോം ഗൊമോറ പ്രദേശത്ത് സ്വവർഗഭോഗികൾ എല്ലാം ആ നിരത്തുകളിലും എല്ലാ നാടുകളിലും ദേശങ്ങളിലും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോയെ, സൊദോം ഗൊമോറ പ്രദേശം മുഴുവനും തീയും ഗന്ധകവും വീണ് അവിടുന്ന് അതിനെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. കാരണം മനുഷ്യനത്രമാത്രം പാപത്തിലേക്ക് വീണുപോയി. സ്വവർഗഭോഗികളെ കൊണ്ട് ലോകം മുഴുവനും, പ്രകൃതി വിരുദ്ധ പാപികളെ കൊണ്ട് ലോകം മുഴുവനും നിറഞ്ഞപ്പോൾ, സൊദോം ഗൊമോറ മുഴുവനും നിറഞ്ഞപ്പോൾ ആ ദേശം ഒന്നടങ്കം ഇതാ നശിക്കുന്നു. ഒരു പിടി ചാരമായി, ഗന്ധകമായി അത് മാറുന്നു. കർത്താവേ, ഇന്ന് ലോകരാജ്യങ്ങൾ ഈ സ്വവർഗഭോഗത്തെ ഒരു നിയമമാക്കി മാറ്റുമ്പോൾ, ഗർഭഛിദ്രത്തിന് അനുവാദങ്ങൾ കൊടുക്കുമ്പോൾ, അങ്ങയുടെ ഈ കുഞ്ഞുങ്ങളുടെ നിലവിളി അങ്ങയുടെ കർണപുരങ്ങൾ എത്തുന്നു. അതാണ് എല്ലാവിധ ഈ മാരകമായ മഹാമാരിയുടെയും അടിസ്ഥാന കാരണമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമേ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. മനുഷ്യർ ചെയ്യുന്ന രക്തച്ചൊരിച്ചിലുകളെ ഓർത്ത്, കൊലപാതകങ്ങളെ ഓർത്ത്, ദൈവമേ വഞ്ചനയോർത്ത്, സ്നേഹമില്ലാത്ത അവസ്ഥയോർത്ത്, അഹങ്കാരത്തെ ഓർത്ത്, ദൈവവിദ്വേഷത്തെ ഓർത്ത്, ദൈവനിന്ദയോർത്ത്, കർത്താവേ ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ ദൈവമേ, കരുണയായിരിക്കണമേ. എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ദേശത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. ലോകരാജ്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ രാജ്യത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. കേരളക്കരയുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ നാടിന്റെ മേൽ കരുണയായിരിക്കണമേ. കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ദമ്പതികളുടെ മേൽ കരുണയായിരിക്കണമേ. യുവാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. യുവതികളുടെ മേൽ കരുണയായിരിക്കണമേ. കുഞ്ഞുമക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ഈ തലമുറയുടെ മേൽ കരുണയായിരിക്കണമേ. പൂർവികളുടെ മേൽ കരുണയായിരിക്കണമേ. ശുദ്ധീകരാത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. വരുന്ന തലമുറയുടെ മേൽ കരുണയായിരിക്കണമേ. പ്രപഞ്ചത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, പഞ്ചഭൂതങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രകൃതി ശക്തികളുടെ മേൽ കരുണയായിരിക്കണമേ. കാറ്റിന്റെയും കടലിന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, ഭരണാധിപന്മാരുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, ഗവൺമെന്റ് ജോലിക്കാരുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന് മേൽ കരുണയായിരിക്കണമേ. സഹോദരങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ബന്ധുമിത്രാദികളുടെ മേൽ കരുണയായിരിക്കണമേ. ദേശത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. ലോകരാജ്യങ്ങളുടെ മേൽ ദൈവമേ കരുണയായിരിക്കണമേ. ഭൂഗോളത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. പ്രകൃതി ശക്തികളുടെ മേൽ കരുണയായിരിക്കണമേ. ഗാലക്സിയുടെ മേൽ കരുണയായിരിക്കണമേ. പ്രപഞ്ചത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. വായുമണ്ഡലത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. ജലാശയങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പർവ്വതങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കടലിന്റെ മേൽ, ആഴിയുടെ മേൽ, അഗ്നിയുടെ മേൽ, ഇടിനാദ
പ്രളയത്തിന്റെ മേൽ, കൊടുങ്കാറ്റിന്റെ മേൽ, ചുഴലിക്കാറ്റിന്റെ മേൽ, പ്രകൃതി ശക്തികളുടെ മേൽ കരുണയായിരിക്കണമേ. തമ്പുരാനെ കരുണയായിരിക്കണമേ. ലോകരാജ്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ലോകരാജ്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പാപികളുടെ മേൽ കരുണയായിരിക്കണമേ. നിരീശ്വരന്മാരുടെ മേൽ കരുണയായിരിക്കണമേ. നിരീശ്വരന്മാരുടെ മേൽ കരുണയായിരിക്കണമേ. ബുദ്ധിയിൽ ആശ്രയിക്കുന്നവരുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ എല്ലാ മക്കളുടെ മേലും, സർവ്വജാതിക്കാരുടെ മേലും, എല്ലാ ഭാഷക്കാരുടെ മേലും, എല്ലാ സംസ്കാരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ദൈവമേ കരുണ വർഷിക്കണമേ. ദൈവമേ കരുണ വർഷിക്കണമേ. സ്വർഗ്ഗപിതാവേ കരുണയായിരിക്കണമേ. മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ലോകത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. ഈ ലോകത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. ലോകരാജ്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ലോകരാജ്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. രോഗികളുടെ മേൽ കരുണയായിരിക്കണമേ. പാപികളുടെ മേൽ കരുണയായിരിക്കണമേ. യേശുവേ കരുണയായിരിക്കണമേ. പരിശുദ്ധാത്മാവേ കരുണയായിരിക്കണമേ. സ്വർഗ്ഗപിതാവേ കരുണയായിരിക്കണമേ. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണമേ. ദാവീദിന്റെ പുത്ര എൻ്റെ മേൽ കരുണയായിരിക്കണമേ. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണമേ. പാടാം നമുക്ക്. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണമേ. പാടി ആരാധിക്കാം. കർത്താവേ കരുണയായിരിക്കണമേ എന്ന് പാടാം നമുക്ക്. കണ്ണീരോടെ പാടാം, കണ്ണീരോടെ പാടാം. എല്ലാ മക്കളെയും ചേർത്ത് പിടിച്ച് കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. പാപിയാണു ഞാൻ, പാപിയാണു ഞാൻ. നമ്മൾ പാപികളാണെന്നുള്ള ചിന്തയോടെ ഒരുപാട് പാപം ചെയ്തു. നിഷ്കളങ്കർ രക്തം ചിന്തി, നിഷ്കളങ്കരുടെ കണ്ണുനീര് വീണു. മാതാപിതാക്കളുടെ കണ്ണുനീർ ഭവനങ്ങളിൽ വീണു. മക്കളുടെ കണ്ണുനീർ വീണു. ദമ്പതികളുടെ കണ്ണുനീർ വീണു. അഭിഷിക്തരുടെ കണ്ണുനീർ ഇടവകയിൽ വീണു. പല സ്ഥലങ്ങളിലും, രൂപതയിലും, ദേശങ്ങളിലും, രാജ്യങ്ങളിലും നിഷ്കളങ്കരുടെ കണ്ണുനീർ വീണു. ദൈവം കണക്ക് ചോദിക്കും. കണ്ണീരോടെ പാടാം. കരുണ തോന്നണേ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ, നാഥ പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. പാപിയാണു ഞാൻ, നാഥ പാപിയാണു ഞാൻ. ഗർഭഛിദ്രം ചെയ്ത് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പറഞ്ഞയച്ചു. ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥയോർത്തു ജീവിക്കാൻ അനുവദിക്കണമേ എന്ന് സ്വയം ഏറ്റുപറയുവാൻ ശക്തിയില്ലാത്ത നാളുകളിൽ അവർക്ക് വേണ്ടി വാദിക്കുവാൻ ആരുമില്ല, നീതിപീഠങ്ങളില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ അറുകൊല ചെയ്യപ്പെട്ട് ബക്കറ്റിലേക്ക് എറിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഓർത്തുകൊണ്ട് ആ കിരാതമായ പാപം ചെയ്ത, കഠിന പാപം ചെയ്ത വ്യക്തികളെ സമർപ്പിച്ച് മാനസാന്തരത്തിനായിട്ട് സമർപ്പിച്ച് കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. പാപിയാണു ഞാൻ, നാഥ പാപിയാണു ഞാൻ. ആദാമിൻ്റെ കാലം മുതൽ ഇന്നോളം ഈ ഭൂമിയിൽ ഒരുപാട് വഞ്ചനകൾ നടന്നിട്ടുണ്ട്. ഉന്നത പീഠങ്ങളിലും എളിയ സ്ഥാനങ്ങളിലും എല്ലായിടങ്ങളിലും വഞ്ചന നടന്നിട്ടുണ്ട്. ലോകത്തിൽ
നടത്തപ്പെട്ട ഏറ്റവും കൊടിയ വഞ്ചന യൂദാസിൻ്റെ വഞ്ചന. സ്വന്തം ഗുരുവിനെ, ഉറ്റവനെ, ഉടയവനെ, ഒന്നിച്ച് ഭക്ഷിച്ചവനെ, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചവനെ ഒറ്റിക്കൊടുത്ത യൂദാസ്. ഏറ്റവും വലിയ വഞ്ചന, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിൻ്റെ മനസ്സ്. അതുപോലെ ഈ കാലഘട്ടത്തിലും യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന സാത്താൻ ആരാധകർ, സാത്താനെ പിന്തുണയ്ക്കുന്നവർ, ദൈവ നിഷേധികൾ എല്ലാവരെയും സമർപ്പിച്ച് പാടാം. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. സ്ത്രീ പുരുഷ നോർമലായിട്ടുള്ള പ്രകൃതി അനുവദിക്കുന്ന, ദൈവം അനുവദിക്കുന്ന സനാതന മാർഗങ്ങൾ അനുശാസിക്കുന്ന എല്ലാ മതങ്ങളും നിഷ്കർഷിക്കുന്ന, ദൈവത്തിന് ഹിതകരമായ വിവാഹ ബന്ധങ്ങൾ ഉപേക്ഷിച്ച് പ്രകൃതി വിരുദ്ധ പാപങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമൂഹങ്ങൾ, സ്ത്രീയും സ്ത്രീയുമായിട്ടുള്ള വിവാഹം, പുരുഷനും പുരുഷനും തമ്മിലുള്ള വിവാഹം, ശേഷം കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് പ്രകൃതി വിരുദ്ധ പാപങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന സമൂഹങ്ങളെ പിന്തുണയ്ക്കുന്ന ന്യായവ്യവസ്ഥിതിയും നിയമസംഹിതകളും കെട്ടിച്ചമച്ചിരിക്കുന്ന നീതിപീഠങ്ങളും എല്ലാം മാനസാന്തരപ്പെട്ടേ പറ്റൂ. ദൈവം കൽപ്പിക്കുന്നു, ലോകത്തിലെ തിന്മകൾ ഇനിയും ഉണ്ടാകാൻ പാടില്ല. പ്രകൃതിയുടെ നിയമമനുസരിച്ച് മൃഗങ്ങളെയെങ്കിലും കണ്ടുപഠിച്ച് ആ മൃഗങ്ങൾ പോലും ചെയ്യുന്ന സത്യത്തിൻ്റെയും പ്രകൃതി നിയമങ്ങളുടെയും പാഠങ്ങളിലൂടെ കടന്നു പോകുവാൻ കഴിയാത്തവരെ ഓർത്ത് നമുക്ക് അനുതാപത്തോടെ പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഒരിക്കൽ കൂടി കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. യേശുവേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ദൈവമേ, അങ്ങയെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ അബദ്ധജടിലമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാം. അപരനെ കൊല ചെയ്ത് അവൻ്റെ രക്തം മണ്ണിൽ വീഴുമ്പോൾ അങ്ങ് പ്രസാദിക്കുമെന്ന് ചിന്തിക്കുന്ന മനുഷ്യർ, രക്തത്തിന് ഞാൻ വില ചോദിക്കും, രക്തത്തിന് ഞാൻ പകരം ചോദിക്കുമെന്ന് പറഞ്ഞ ദൈവമേ, ഭൂമിയിൽ ചൊരിയപ്പെട്ട രക്തത്തെ ഓർത്ത്, ചിന്തപ്പെട്ട രക്തത്തെ ഓർത്ത്, ഭൂമി കുടിച്ചു തീർത്ത രക്തപ്പുഴയോർത്ത്, യുദ്ധങ്ങൾ, ഈശോയെ, മനുഷ്യൻ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ബോംബ്, അണുബോംബ്, ജൈവായുധങ്ങൾ എല്ലാം മനുഷ്യകുലത്തെ കാർന്നു തിന്ന ആ കഠിന യാതനയുടെ നാളുകൾ, മനുഷ്യൻ
മനുഷ്യനെതിരെ പടവാൾ ഉയർത്തി മനുഷ്യന്റെ കഴുത്ത് അറുത്ത് മാറ്റി ചെയ്ത നീച കൃത്യങ്ങളെ ഓർത്ത് സ്വന്തം സഹോദരൻ്റെയും സഹോദരിയുടെയും രക്തം മണ്ണിൽ വീഴുവാൻ ഇടയായതിനെ ഓർത്ത് കരഞ്ഞ് ഞങ്ങൾ നിലവിളിച്ച് പാടുന്നു. കരുണ തോന്നണേ എന്നോണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. ഒരിക്കൽ കൂടി കണ്ണുനീരോടെ പാടാം. കരുണ തോന്നണേ എന്നിൽ അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. നല്ല ദൈവമേ, വരും തലമുറയെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ ഈ പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുന്ന മനുഷ്യർ, ഈ പ്രപഞ്ചത്തിൽ പക്ഷി മൃഗാദികൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ, മലിനമാക്കപ്പെട്ട ജലാശയങ്ങൾ, മലിനമാക്കപ്പെട്ട വായുമണ്ഡലം, കീറിമുറിഞ്ഞ ഓസോൺ പാളി, പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. കർത്താവേ, വരും തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങൾ മനുഷ്യര് ആരോഗ്യമുള്ളവരായി ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യം, മരങ്ങൾ മുറിച്ചു മാറ്റിയും കൃഷിഭൂമി നശിപ്പിച്ചും വനങ്ങൾ വെട്ടിമുറിച്ചും പക്ഷിമൃഗാദികളെ കൊന്നൊടുക്കിയും ഈ പ്രപഞ്ചത്തിലേക്ക് മാരകമായ വിഷം തള്ളിയും കടലും പുഴയും കായലുമെല്ലാം മാലിന്യ കൂമ്പാരങ്ങളാക്കി മാറ്റിയും ഞങ്ങൾ പ്രപഞ്ചത്തിനെതിരെ പ്രകൃതിക്കെതിരെ ചെയ്ത പാപത്തെ ഓർത്ത് നിലവിളിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ പണക്കൊതിയാണ്, ധനാസക്തിയാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. മത്സരിച്ച് ഒരാൾ മറ്റൊരാളെ തോൽപ്പിച്ച് ശക്തിയുള്ളവൻ വീണ്ടും ശക്തി പ്രാപിച്ച് എളിയവരെ ചവിട്ടി താഴ്ത്തി പാവപ്പെട്ടവരുടെ ആഹാരം മോഷ്ടിച്ച് ഞങ്ങൾ ചെയ്തു പോയ കൊടും പാതകത്തെ ഓർത്ത് ഈ സമൂഹം ഒന്നാകെ, ഈ പ്രപഞ്ചം ഒന്നാകെ നിലവിളിച്ച് പാടുന്നു. കരുണ തോന്നണേ എന്നിൽ അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. ദൈവമേ, ഞങ്ങളുടെ ആർത്തി മൂലം വരും തലമുറയ്ക്ക് ജീവിക്കാനാവാത്ത ഒരു ഭൂമിയാണ് ഞങ്ങൾ ഇനിയും അവശേഷിപ്പിച്ചിട്ടത് എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമേ, ആ വലിയ പാപത്തെ ഓർത്ത് വീണ്ടും ഞങ്ങൾ കരഞ്ഞ് പാടുന്നു. കരുണ തോന്നണേ എന്നിൽ അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. ദൈവമേ, മനുഷ്യനെ ഭയപ്പെടുന്നു. രാജ്യത്തെ ഭയപ്പെടുന്നു. മതങ്ങളെ ഭയപ്പെടുന്നു. അങ്ങനെ ഭയം കൊണ്ട് അരാജകത്വം ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മിക്ക ഹൃദയങ്ങളിലും ഭയം, സാത്താൻ നൽകുന്ന ഭയം കയറി ഗ്രസിച്ചിരിക്കുന്നു. അതുകൊണ്ട്
രാജ്യങ്ങൾ രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നു. മതങ്ങൾ മതങ്ങൾക്കെതിരെ പടവാൾ ഉയർത്തുന്നു. മനുഷ്യൻ മനുഷ്യനെതിരെ കൊലച്ചതി നടത്തുന്നു. ദൈവമേ, നീ ലക്ഷ്യം വെച്ച ഭൂമി ഇതല്ലല്ലോ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പർദീസ ഇതല്ലല്ലോ. എല്ലാവരും സ്നേഹിച്ച്, എല്ലാവരും പങ്കുവച്ച്, എല്ലാവരും ഒത്തൊരുമയോടെ ഒരേ അരൂപിയിൽ ഒരേ ദൈവാത്മാവിൽ വസിക്കുന്ന സുന്ദരമായ പർദീസ ഞങ്ങൾക്ക് അങ്ങ് കാണിച്ചു തന്നു. ആ പർദീസ അനുഭവം ഞങ്ങളിപ്പോൾ നഷ്ടപ്പെടുത്തുന്നതിനെ ഓർത്ത് ലോകമൊന്നാകെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. തമ്പുരാനെ, ഏറ്റവും ഒടുവിൽ 6 അടി മണ്ണിൽ വിലയം പ്രാപിക്കേണ്ട മനുഷ്യൻ ഈ ലോകം വിട്ട് മണ്ണിൻ്റെ നിഗൂഢതകളിലേക്ക് കുറച്ചു കാലത്തേക്കെങ്കിലും ഒളിഞ്ഞിരിക്കേണ്ട മനുഷ്യൻ അവസാനം ഭൂമിയിൽ ജീവിച്ച ആ ജീവിതത്തിൻ്റെ ചെയ്ത നന്മ തിന്മകളുടെ കടക്ക് നിന്റെ മുൻപിൽ ആ വിധി ദിവസം ബോധിപ്പിക്കേണ്ട മനുഷ്യൻ. അപ്പോൾ ഓരോ വ്യക്തികളും വ്യക്തിപരമായി ആ ഒരു സന്ദർഭത്തിൽ നിൽക്കേണ്ടതാണെന്ന അക്കാര്യം മറന്നിട്ട് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നുള്ള സത്യം മറന്നിട്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞ് ഈ ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ കിടന്ന് ഉരുളുകയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഭോഗാസക്തിയുടെയും അടിമത്തത്തിൽ അകപ്പെടുകയും ചെയ്ത മനുഷ്യൻ ഇത് ആനന്ദമാണ്, രസമാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് ഇടർച്ച നൽകുന്നതിനെ ഓർത്ത്, ആ വലിയ പാപത്തെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞ് പാടി പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. ഒരിക്കൽ കൂടി കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. കർത്താവായ ദൈവമേ, ഈ മനുഷ്യകുലം മുഴുവനും ചെയ്തുപോയ കഠോരമായ പാപങ്ങൾ അങ്ങയുടെ കൺമുൻപിൽ തുറന്ന പുസ്തകം പോലെ എല്ലാം വെളിവാക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അങ്ങയുടെ സന്നിധിയിൽ മറഞ്ഞിരിക്കുന്നില്ല. നിഗൂഢമായത് ഒന്നുമില്ല. എല്ലാം അങ്ങ് കാണുന്നു, എല്ലാം അങ്ങ് അറിയുന്നു. എല്ലാം കാണുകയും എല്ലാം അറിയുകയും ചെയ്യുന്ന ദൈവമേ, എന്തുകൊണ്ട് നീ ഈ തിന്മ തടയുന്നില്ല എന്ന് ചില മനുഷ്യർ അങ്ങയോട് വാഗ്വാദം നടത്തുന്നു. അപ്പോഴങ്ങ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നന്മ ചെയ്യുവാനും നന്മ പ്രവർത്തിക്കുവാനുമുള്ള സർവസ്വാതന്ത്ര്യവും അവന് നൽകിയിട്ടുണ്ടല്ലോ. എന്നാൽ അങ്ങ് നൽകിയ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്ത മനുഷ്യർ
നന്മ ചെയ്യുവാനുള്ള കഴിവുകളെയും നന്മ പ്രവർത്തിക്കുവാനുള്ള എല്ലാ സിദ്ധികളെയും തിന്മയ്ക്കാക്കി മാറ്റിവയ്ക്കുന്ന ആ മനുഷ്യർ ഞങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപത്തെയോർത്ത് കണ്ണുനീരോടെ അനുതപിച്ച് പാടുന്നു. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കണ്ണുകളടച്ച് കരുണ എന്നിൽ അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. എന്നിൽ അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ശാന്തമായി നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിക്കാം. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള കർത്താവ്, കരുണാസമ്പന്നനായവൻ കൈവിടുകയില്ല. ഓരോ പാപിയെയും മറോട് ചേർത്ത് രക്ഷിക്കും. ഒന്ന് അനുതപിച്ചാൽ മതി. ദൈവമേ, തെറ്റിപ്പോയി, കരുണയായിരിക്കണമേ എന്ന് ഏറ്റുപറയണം. അറിവില്ലായ്മയുടെ നാളുകളിൽ ചെയ്തു പോയി പാപം. അപ്പോൾ അനുതപിക്കുന്നൊരു പാപിയെക്കുറിച്ച് 99 നീതിമാന്മാർ എന്നതിനേക്കാൾ സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുമെന്നുള്ള വചനം അന്വർത്ഥമായി തീരും. നമ്മുടെ ജീവിതത്തിൽ 99 നീതിമാന്മാർ ഒന്നിച്ചു നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അഭിഷേകം ഒരു പാപി മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുമ്പോൾ സ്വർഗം മുഴുവനും സന്തോഷിക്കുന്നു. അത്ര വലിയ ഭാഗ്യമാണ് പാപികൾക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഒന്നേറ്റ് പറയാൻ, ദൈവമേ, തെറ്റിപ്പോയി, ഇനി ഞാൻ അങ്ങനെ ചെയ്യുകയില്ല എന്നൊന്ന് എളിമയോടെ പറയാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് പ്രാർത്ഥിക്കാം.
പാപബോധവും പശ്ചാത്താപവും എനിക്ക് ഏകണേ കർത്താവേ. പാടാം നമുക്ക്. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. നീതിമാന്യനായി അന്യരെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല. നീതിമാന്യനായി അന്യരെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല. പാപമേതുമേ എന്നിലെന്ന് ചൊല്ലും വിധി ഞാനാകില്ല. പാപമേതുമേ എന്നിലെന്ന് ചൊല്ലും വിധി ഞാനാകില്ല. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. ആത്മവഞ്ചന ചെയ്തു ഞാൻ എൻ്റെ പാപത്തെ പൂഴ്ത്തി വയ്ക്കില്ല. ആത്മവഞ്ചന ചെയ്തു ഞാൻ എൻ്റെ പാപത്തെ പൂഴ്ത്തി വയ്ക്കില്ല. പാപകാരണം അന്യനാണെന്ന ന്യായവാദവും ചെയ്യില്ല. പാപകാരണം അന്യനാണെന്ന ന്യായവാദവും ചെയ്യില്ല. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. പാപം ഞാനേറ്റു ചൊല്ലിടാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി COVID-19 വൈറസ് ബാധിതരായ എല്ലാ മക്കളെയും യേശുവിന് സമർപ്പിക്കാം. ഈ രോഗവ്യാപനമുള്ള എല്ലാ രാജ്യങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിനവേ നഗരത്തെ ദൈവം ഒന്നടങ്കം നശിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് യോനായ്ക്ക് അറിയുവാൻ കഴിഞ്ഞത്. ആ വാർത്ത അറിയിക്കുവാൻ ദൈവം യോനായെ നിനവിലേക്ക് അയക്കുന്നു. മനസ്സോടെ വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ യോന കടന്നുപോയി അവസാനം നിനവിലെത്തുന്നു. യോന പറഞ്ഞു, ദൈവം ഈ നാടും നഗരവും രാജ്യം മുഴുവനും നശിപ്പിക്കാൻ പോകുകയാണ്. ഈ വാർത്ത കേട്ടപ്പോൾ ദൈവം തങ്ങൾക്കെതിരെ കരമുയർത്തിയിരിക്കുന്നു. ദേശം മുഴുവൻ ഇതാ നശിക്കാൻ പോകുന്നു. മനുഷ്യരും പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം നശിക്കാൻ പോകുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ രാജാവും പ്രജകളും ഒന്നടങ്കം ചാക്കുടുത്ത് ചാരം പൂശി. അർത്ഥം അനുതാപത്തിൻ്റെ ബാഹ്യചിഹ്നങ്ങൾ അടയാളങ്ങളായ ചാക്കും ചാരവുമൊക്കെ പൂശി നിലത്തിരുന്ന് കരഞ്ഞ് ദൈവത്തോട് നിലവിളിച്ച്, ദൈവമേ ഞങ്ങൾക്ക് തെറ്റിപ്പോയി,
ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങൾ തിരിച്ചു വരാൻ തയ്യാറാണ്, മാനസാന്തരപ്പെടാൻ തയ്യാറാണ്, അങ്ങയെ ഏറ്റുപറയാൻ തയ്യാറാണ്. ഞങ്ങൾ പാപം ഉപേക്ഷിച്ചു കൊള്ളാം, ഞങ്ങൾ പാപം ഉപേക്ഷിച്ചു കൊള്ളാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിനവെ നിവാസികൾ, രാജാവും പ്രജകളും എല്ലാവരും പാപം ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ദൈവം മനസ്സുമാറ്റി. ദൈവം പറഞ്ഞു, ഇതാ ഒരു മനുഷ്യൻ പോലും ഇവിടെ നശിക്കുകയില്ല, എല്ലാവരെയും ഞാൻ രക്ഷിക്കും, ദൈവം രക്ഷിക്കും. COVID-19 വൈറസ് മാറാൻ ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ തിരിയട്ടെ. എല്ലാ ഹൃദയങ്ങളും ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. എല്ലാവരും പാപം ഉപേക്ഷിക്കട്ടെ, തിന്മ ഉപേക്ഷിക്കാൻ തയ്യാറാകട്ടെ. ഇപ്പോൾ ദൈവം പ്രപഞ്ചത്തെ, ഭൂമിയെ വാനോളം ഉയർത്തി അനുഗ്രഹിക്കും. അവിടുന്ന് അനുഗ്രഹിക്കും, ശിക്ഷിക്കുകയില്ല, നശിപ്പിക്കുകയില്ല. അവിടുന്ന് രക്ഷിക്കാൻ അറിയാവുന്നവനാണ്. നശിച്ചതിനെ രക്ഷിക്കാൻ അറിയാവുന്ന ദൈവം. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവമേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ. ഓ ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ദൈവമേ നന്ദി, കർത്താവേ നന്ദി, സ്വർഗ്ഗപിതാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ളു തുറന്ന്, ഉള്ളു തുറന്ന്. ഹല്ലേലൂയ. കൃപ, 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 കൃപ ലോകത്തിന്റെ മേൽ വർഷിക്കപ്പെടട്ടെ. യേശുവേ, യേശുവേ, സ്വർഗ്ഗപ്പ, യേശുവേ ആരാധന, കർത്താവേ, കർത്താവേ. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ഈശോയെ, ഞങ്ങളുടെ പ്രപഞ്ചത്തെ രക്ഷിക്കണമേ, തിന്മ ഉപേക്ഷിക്കാൻ കൃപ തരണമേ, ശക്തി തരണമേ, തിന്മ ഉപേക്ഷിക്കാൻ ശക്തി തരണമേ, തിന്മ ഉപേക്ഷിക്കാൻ ശക്തി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, 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 നന്ദി. ആരാധന, 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 ആരാധന. പ്രപഞ്ചത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ്റെയും മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരയുന്ന വിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കരയുന്ന വിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? മനുഷ്യകുലത്തിന്റെ കണ്ണുനീർ ഒപ്പിയെടുക്കുന്നവനേശു. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കർത്താവായ ഈശോയെ, COVID-19 മൂലം കണ്ണീർ പുഴയായി മാറിയുന്ന രാജ്യങ്ങൾ, എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. വൈറസ് ബാധ മൂലം വിട്ടുവരെ നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കാൻ യേശുവേ വരണമേ. ഹൃദയം നുറങ്ങിയവര്, ചങ്കു തകർന്നവര്, ഒറ്റവരുള്ളവര്, ഉടവര് നഷ്ടപ്പെട്ടവര്, ദൈവമേ കുടുംബത്തിന്റെ താങ്ങായിരുന്നവൻ, കുടുംബത്തിന്റെ വീടിന്റെ താങ്ങായിരുന്നവൻ, തണലായിരുന്നവൻ, കുടുംബനാഥൻ നഷ്ടപ്പെട്ടവര്, കുടുംബനാഥൻ നഷ്ടപ്പെട്ടവര്, അപ്പനെ നഷ്ടപ്പെട്ടവര്, അമ്മയെ നഷ്ടപ്പെട്ടവര് എല്ലാം സമർപ്പിക്കുന്ന ഈശോയെ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി നോക്കിയവര് യേശുവേ, അവരുടെ ശരീരം പോലും ഞങ്ങളെ നാട്ടിൽ അടക്കം ചെയ്യുവാൻ കഴിയാതെ പോയ അവസ്ഥകൾ എല്ലാം സമർപ്പിക്കുന്ന യേശുവേ, എല്ലാം സമർപ്പിക്കുന്നു. രക്തബന്ധത്തിലുള്ളവരെ, ഉറ്റവരെ, ഉടയവരെ,
അവസാനം വരുന്നവർക്ക് കാണാൻ കഴിയാതെ ഈശോയെ മണ്ണിനെ പൊലികവര്, പത്തടി താഴ്ചയിൽ അടക്കം ചെയ്യപ്പെട്ടവര്, ഈശോയെ അവരുടെ ആത്മാക്കൾ എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, COVID-19 മൂലം മരിച്ച് മണ്ണടിഞ്ഞ 1,40,000 പരം മക്കളെ സമർപ്പിക്കുന്ന ദൈവമേ, വിശ്വസിക്കാൻ കൃപ തരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? ഈശോയെ വേദനിക്കുന്ന മക്കളെ, ഈ രോഗം മൂലം ഭയപ്പെട്ടിരിക്കുന്ന മക്കളെ, ഈശോയെ വിദേശങ്ങളിലും നാട്ടിലുമൊക്കെ ഭയത്തിന്റെ അടിമത്തിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്ന ഈശോയെ, ഈശോയെ ഭയത്തിൽ ദൈവമേ, കൂടെയുള്ളവർ മരിച്ച് കൊണ്ടുപോകുന്ന കാണുമ്പോൾ ഈശോയെ പേടിച്ച് വിറച്ചിരിക്കുന്ന മക്കള്, ഈശോയെ യുവാക്കള്, യുവതികള് എല്ലാവരെയും സമർപ്പിക്കുന്നു. ഒറ്റുവരെയൊക്കെ പ്രിയപ്പെട്ടവരെ വിദേശങ്ങളിൽ ജോലിക്ക് അയച്ചിട്ട് ഇവിടെ കരഞ്ഞ കണ്ണുമായിരിക്കുന്ന അപ്പന്മാര്, അമ്മമാര്, പപ്പമാര് എല്ലാവരെയും സമർപ്പിക്കുന്നു. യേശുവേ, ഭാര്യമാരെ സമർപ്പിക്കുന്നു, ഭർത്താക്കന്മാരെ സമർപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. സൗഖ്യം പകരുവാൻ വരുമോ? മാറാത്ത വ്യാധികളിലും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ? നൈരാശ്യമേറി ഞാൻ താളടിഞ്ഞിടവേ ആനന്ദമായി വരുമോ? നൈരാശ്യമേറി ഞാൻ താളടിഞ്ഞിടവേ ആനന്ദമായി വരുമോ? കരയുന്ന വിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? വിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കർത്താവിൻ്റെ ഒരു പരിശുദ്ധ വചനം നമ്മെല്ലാവരെയും ഇപ്പോൾ ആഴത്തിൽ സ്പർശിക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ വചനമരുളി ചെയ്ത ഈശോയെ, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, മനസ്സു തീർന്നവരെ, ഹൃദയം തകർന്നവരെ, എല്ലാം നഷ്ടപ്പെട്ടവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, നമ്മുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണമേ, ആശ്വസിപ്പിക്കണമേ, ലോകത്തെ ആശ്വസിപ്പിക്കണമേ, ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ, ആശ്വസിപ്പിക്കണമേ. മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കരയുന്ന വിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? വിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? മുട്ടിന്മേൽ നിൽക്കാൻ നമുക്ക് ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് ദൈവമേ, എല്ലാ മക്കളെയും ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുകയാണ്. ആശ്വാസം നൽകുവാനാണല്ലോ ഈ ലോകത്തിലേക്ക് വന്നത്. ആരെയും വേദനിപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ കൊല്ലുവാനോ തകർക്കുവാനോ ഒന്നുമല്ല അങ്ങ് വന്നത്. സമാധാനം നൽകാൻ, ആശ്വാസം നൽകാൻ, എല്ലാവരെയും ആവുന്നതിൻ്റെ പരമാവധി സ്നേഹിച്ചുകൊണ്ട് സ്നേഹം മാത്രമായി കടന്നു വന്ന, സ്നേഹം മാത്രമായി കടന്നുപോയ,
സ്നേഹം മാത്രമായി ഇന്നും ജീവിക്കുന്ന യേശുവേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ആശ്വാസ വചനത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ ഈ ആശ്വാദം സ്വീകരിക്കുന്നു. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. ദിവ്യശരീരം മാനവനായി നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ, ദിവ്യനിണത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ, നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
നിരയാൻ ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാ കന്യക തൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രി നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. ലോകം മുഴുവനെയും അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മ ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥമായി കടന്നു വരട്ടെ. യോസേപ്പ് പിതാവ് ഈ ലോകം മുഴുവന് വേണ്ടി വലിയ മധ്യസ്ഥമായിട്ട് ഇപ്പോൾ മാറട്ടെ എന്ന് ആഗ്രഹിച്ച് മാതാവിൻ്റെ ഗാനം ആലപിക്കാൻ എഴുന്നേറ്റ് നിന്നു.